നാളെ തന്നെ ഹോസ്റ്റൽ ഡേ നടത്താം, സമ്മതിച്ചു. പക്ഷെ ഈ സീരിയൽ താരത്തിനേക്കാൾ വലിയൊരു താരത്തെ നമ്മൾ എവിടെ പോയി പിടിച്ചോണ്ട് വരും? അപ്പേട്ടൻ വിചാരിച്ചാൽ നടക്കും. അപ്പേട്ടൻ ആരാ മോൻ അല്ലയോ? തള്ളിക്കോ, പക്ഷെ പിന്നിലൂടെ വന്ന് തള്ളരുത്. സന്തോഷമായി. അത് പോട്ടെ, തൽക്കാലം നമുക്ക് രാജുവിനെ മതിയോ? ഏത് രാജു? നമ്മുടെ സുഖേട്ടന്റെ പയ്യൻ. ഏത് സുഖേട്ടൻ? ഇവന്മാർക്കൊന്നും ഒരു ജനറൽ നോളജും ഇല്ലല്ലോ. എടാ, രാജു എന്ന് പറഞ്ഞ പൃഥ്വിരാജ്. പൃഥ്വിരാജിനെ ഞാനും സുഖേട്ടനും മല്ലിക ചേച്ചിയൊക്കെ രാജു എന്നാ വിളിക്കുന്നത്. അപ്പേട്ടൻ എങ്ങനെ അവരെയൊക്കെ? അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. നിനക്കൊക്കെ വേണമെങ്കിൽ വേണോന്ന് പറയാലേ, കളഞ്ഞേക്ക്. അങ്ങനെ വഴിക്ക് വാ പൃഥ്വിരാജ്. പൃഥ്വിരാജിന്റെ കഴുത്ത് ചരിക്കാതെ ലൂസായിട്ടിട്, മാല ലൂസായിട്ടിട്. ആ സൈഡിൽ വെച്ച് കെട്ടണം കേട്ടോ. 4 വശത്തുനിന്ന് ചെവിക്കല്ല് മുഴങ്ങണം. പ്രശാന്തേ, പൃഥ്വിരാജിന് കുടിക്കാനുള്ള ആപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും ഒക്കെ റെഡിയാണല്ലോ. പൗപ്പത്തും ചെറുപെട്ട് കൊടുക്കാനുള്ളതാ. സിനിമാ താരങ്ങൾ അങ്ങനെ. ഒരെണ്ണം നിന്റെ ആഹാരത്തിന് മുമ്പ്, ഒരെണ്ണം ആഹാരം കഴിഞ്ഞു. മലയാളത്തിന്റെ പ്രിയതാരം പൃഥ്വിരാജ്. തിരക്ക് കൂട്ടാതെ എല്ലാവരും അദ്ദേഹത്തിന് കടന്നു വരുവാൻ സൗകര്യമൊരുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആരും തിരക്ക് കൂട്ടരുത്. പ്രിയപ്പെട്ട കുട്ടികൾ, നമ്മുടെ ഹോസ്റ്റലിന്റെ ചരിത്രത്തിലെ ഒരു മഹാസുദിനമാണിന്ന്. കാരണം ഞാൻ ഒരാൾ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് പൃഥ്വിരാജ് ഇന്നിവിടെ എത്തിയിരിക്കുന്നതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ എനിക്ക് സുഖുവേട്ടനെ പരിചയമുണ്ട്. എന്റെ വീടിനടുത്താണ് സുഖുവേട്ടൻ മല്ലിക ചേച്ചിയോടൊപ്പം താമസിച്ചു. അദ്ദേഹത്തിന് ബന്ധനം എന്ന ചിത്രത്തിൽ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കിട്ടിയപ്പോൾ സത്യം പറയാം, ആദ്യം ഫോണിൽ വിളിച്ചു പറഞ്ഞത് എന്നെയാണ്. അക്കാലത്ത് പൊടിപ്പിള്ളേരായ ഇന്ദ്രനെയും രാജുവിനെയും ഞാൻ ഒരുപാട് എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. ഒരു കാലത്ത് മലയാള സിനിമയെ ഇവർ രണ്ടുപേരും പിടിച്ചു കുലുക്കുമെന്ന് ഞാൻ സുഖുവേട്ടനോട് പറയാറുണ്ടായിരുന്നു. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. പൃഥ്വിരാജിനെ കാണാനും രാജുമോന്റെ പ്രസംഗം കേൾക്കാനും ആഗ്രഹമുള്ളവർ അടുത്ത ലേഡീസ് ഹോസ്റ്റലിൽ ഉണ്ടെങ്കിൽ അവരെയും ഞാൻ ഇങ്ങോട്ട് സ്വാഗതം ചെയ്തിരുന്നു. ഇനി ഉദ്ഘാടന പ്രസംഗത്തിനായി ഞാൻ എന്റെ പ്രിയപ്പെട്ട രാജുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മാന്യ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അപ്പേട്ടൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ കോളേജ് ഹോസ്റ്റലിൽ എങ്ങനെയെങ്കിലും ഒന്ന് കാല് കുത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അപ്പേട്ടന്റെ ഈ നല്ല ഹോസ്റ്റലിനെ കുറിച്ച് ഞാൻ മമ്മൂക്കയോടും ലാലേട്ടനോടും പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ എന്നോട് ചോദിക്കുന്നത്, ഇത്രയും അച്ചടക്ക ബോധമുള്ള ഒരു ഹോസ്റ്റൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ വേറെ ഉണ്ടോ എന്നാണ്. എന്നെ പുകഴ്ത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഈ ഹോസ്റ്റൽ ഡേയുടെ സെൻഡ് ഓഫ് പാർട്ടിയിൽ ഇവിടെ നടക്കുന്ന ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ മമ്മൂക്കയോടോ ലാലേട്ടനോടോ ഈ ഞാൻ പറയുന്നതായിരിക്കും. ഇക്കാര്യം ഞാൻ സൂചിപ്പിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത്, അപ്പേട്ടന്റെ ഒരു ഫോൺ കോൾ മാത്രം മതി ഞങ്ങൾക്ക് അവിടെ എത്താൻ എന്ന്. അതാണ് ഈ അപ്പേട്ടൻ. പിന്നെ ഞാനൊരു വാക്ക് മിണ്ടിയാൽ ഈ രണ്ടുപേരും ഒരാടി മുന്നോട്ട് വെക്കത്തില്ല. ഉദ്ഘാടനം വേഗം ചെയ്യും. ഇനി ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്താൽ ഞാൻ പ്രഖ്യാപിക്കും. എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും അടുത്ത ഹോസ്റ്റലിലെ സുഹൃത്തുക്കളോട് ഒരു മത്സരം, ഞങ്ങളൊന്ന് മെൻസ് ഹോസ്റ്റൽ വരെ പോയിക്കോട്ടെ. പൃഥ്വിരാജിന്റെ കയ്യിൽ നിന്ന് ഒരു ഓട്ടോഗ്രാഫും അങ്ങനെ. ഞാനേ ഈ അപ്പേട്ടൻ എന്ന കഥാപാത്രത്തെ ഇന്നോ ഇന്നലെ അല്ല കാണാൻ തുടങ്ങിയത്. ഇതും അങ്ങേരുടെ ഒരു നാടകം ഉറപ്പാ. അതങ്ങനെ ശരിയാവും. ഇത് മതി.
600 രൂപ അധികമാണ്. അത് പറഞ്ഞാ പറ്റത്തില്ല. ഡബിങ്ങിനൊക്കെ ഇത്രയും മതി. കാറപ്പിച്ച പാട് നമുക്കേ അറിയത്തുള്ളൂ. അതിന്റെ വാടകയ്ക്ക് ഇനി അപ്പേട്ടന് ശമ്പളം കിട്ടണം. എന്റെ ശമ്പളോ? അപ്പൊ നിങ്ങൾ പിരിവെടുത്തെന്ന് പറഞ്ഞത്? പിരിവ് ഫ്ലോപ്പ് ആയപ്പേട്ട. അത് ശരി, പിരിവ് ഫ്ലോപ്പായി. അതുകൊണ്ട് അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. 750 രൂപ രൊക്കം കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രയോജനമില്ല. 98-ൽ സുകുമാരൻ ചേട്ടന്റെ സൗണ്ട് ഉള്ള ഒരുത്തരെ കൊണ്ടുവന്നു. 60 രൂപയാണ് അവന് കൊടുത്തത്. അദ്ദേഹത്തിനെക്കാട്ടി വലുതല്ലോ അദ്ദേഹത്തിന്റെ മകൻ പൃഥ്വിരാജ്. എന്നാലും കുറച്ചുകൂടെ ഒക്കെ ഒന്ന്. അനിയ, സൗണ്ടിനൊക്കെ കാശ് വളരെ കുറവാ. നീ ഫിഗറുമായിട്ട് വാ. പിന്നെ പെണ്ണുങ്ങളുടെ മുമ്പിൽ എന്തായിരുന്നു ഷൈനി. എന്നാലും അവരെന്നെ കാണുന്നില്ലല്ലോ. ആദ്യം ഒന്നും കാണത്തില്ല, പിന്നെ പിന്നെ കണ്ടോളും. നീ കാണുന്നു. എന്തേ ഒന്ന് പറയടാ മുത്തേ, നിങ്ങൾ എങ്ങനെയാ പൃഥ്വിരാജിനെ സംഘടിപ്പിച്ചേ? സ്വാധീനം, അപ്പേട്ടന്റെ സ്വാധീനം. പക്ഷേ ഇന്നലെ മുതൽ ഞങ്ങൾ രാജുവേട്ടനായിട്ടും നല്ല സ്വാധീനത്തിലായി അല്ലടാ. പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിലെ ഫംഗ്ഷന് വിളിക്കുകയാണെ പൃഥ്വി വരുമോ? വേണേ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്ത് നോക്കാം. എന്നാലും വരുമോന്ന് അറിയില്ല. പെമ്പിളേരെ അത്ര താല്പര്യമില്ലെന്നാ പുള്ളിക്കാരൻ ഞങ്ങളൊന്നിച്ച് ചായ കുടിക്കുമ്പോ പറഞ്ഞേ. പിന്നെ പേയ്മെന്റ് കൊടുത്ത ഈ ഫിലിം സ്റ്റാർസ് ചെയ്ത് പുലകുളി അടിയന്തരത്തിന് വരെ വരും. എന്നാ നിങ്ങൾ പേയ്മെന്റ് കൊടുത്തു നോക്ക്. ചീത്ത പറഞ്ഞ് കണ്ണു പൊട്ടിക്കും രാജുവേട്ടൻ. രാജുവേട്ടന് പേയ്മെന്റ്. നീ ഇങ്ങോട്ട് വാടാ. അല്ല പിന്നെ ഒരു മിനിറ്റ്. എന്താ? അതെ, ഈ പേയ്മെന്റ് കൊടുക്കുവാണെ ഒരു 600 രൂപയിൽ ഒതുക്കാം. എന്താ? അല്ല, ഇന്നലെ ഹോസ്റ്റലിൽ വന്നേ പൃഥ്വിരാജ് ഒന്നല്ല. 750 രൂപയ്ക്ക് ഒരു മിമിക്രിക്കാരനാ. പിന്നെ ഞങ്ങളത് പറഞ്ഞ് ഒരു 600 രൂപയിൽ ഒതുക്കി. സത്യം? അമ്മയാണ് സത്യം. അല്ല, താനെന്താ ഈ സത്യം പെട്ടെന്ന് വെളിപ്പെടുത്താൻ? അങ്ങനെ ഒന്നുമില്ല, ഞമ്മളെ സത്യം പറയാൻ ഇങ്ങനെ. എടി, കഴിഞ്ഞ ദിവസം മെൻസ് ഹോസ്റ്റലിൽ വന്നതേ പൃഥ്വിരാജ് ഒന്നും അല്ല. അത് അവന്മാരെ എവിടുന്ന് 650 രൂപയ്ക്ക് സംഘടിപ്പിച്ച ഒരു മിമിക്രിക്കാരനാ. അതെ, നമുക്ക് കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തിന് കോഴിക്കോടൻ സാറിനെ വിളിച്ചാലോ? അദ്ദേഹം ആവുമ്പോ നിങ്ങളോടൊരു ചായവും കാണും, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യും. അത് ശരിയാ. കോഴിക്കോട് സാറാവുമ്പോ 2 വഞ്ചിയിലും കാലുകുത്തി എന്നോളും. ആർക്കും ഒരു പരാതിയില്ല. ഹായ്, എല്ലാരും ഉണ്ടല്ലോ. അല്ല അരവിന്ദൻ സാറേ, ഒരു സംശയം. നിങ്ങളുടെ സെൻഡ് ഓഫ് ഡേക്ക് ഈ ലാലേട്ടനും മമ്മൂക്കും 600 രൂപ കൊടുത്താൽ മതിയോ, അതോ അതിൽ കൂടുതലാവോ? അല്ല, അവരൊക്കെ സൂപ്പർ സ്റ്റാർസ് അല്ലേ? ഒരു 700-750 കൊടുക്കേണ്ടി വരുമായിരിക്കും അല്ലേ? അതെ. ഇന്നലെ പൃഥ്വിരാജിന് 600 രൂപയ്ക്ക് ഒതുക്കിന്ന് കേട്ടു, അതുകൊണ്ട് ചോദിച്ചതാ. പിന്നെ ഞങ്ങൾക്ക് റെസ്പെക്ട് ഉണ്ട് ചേട്ടന്മാരോട്, ഞങ്ങൾ ഇങ്ങനെ വിഡ്ഢികളാക്കിയതിന്. കൂടുതൽ ബഹുമാനം ഈ സൂത്രധാരനോടാ. അത് ശരി. അപ്പൊ ശത്രു രാജ്യങ്ങൾ തമ്മിൽ സമാധാന ഉടമ്പടി ഒപ്പുവെച്ചോ? പിന്നെ ഞങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു. പോരെ. അപ്പൊ ഇന്ന് ഇവരുടെ വകയാകട്ടെ ഫുൾ ചെലവ്. അത് പിന്നെ പറയാണ്ടോ? ഇങ്ങനെ ഒരു മാഷ്. അപ്പൊ ഗോപാലേട്ടാ, പരിപാടിയും കട്ടനും ക്യാൻസൽ. പൊറോട്ട ചിക്കൻ പോയിട്ട്